ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 20. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. വിവർത്തനം. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമി ആകാശങ്ങളും സർവദിക്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ, ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. ഭാവാർത്ഥം. ദ്യാവാ പൃഥിവ്യോ, സ്വർഗഭൂലോകങ്ങൾക്കിടയിലുള്ള ആകാശം, ലോകത്രയം എന്നീ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. അർജുനൻ മാത്രമല്ല ഭഗവാന്റെ വിശ്വരൂപം കണ്ടത്. മറ്റ് ഗ്രഹവ്യൂഹങ്ങളിലുള്ളവരും കാണുകയുണ്ടായെന്ന് അവ സ്പഷ്ടമാക്കുന്നു. അർജുനന്റെ വിശ്വരൂപ ദർശനം ഒരു സ്വപ്നമായിരുന്നില്ല. കൃഷ്ണന്റെ കരുണ മൂലം ദിവ്യദൃഷ്ടി സിദ്ധിച്ചവരെല്ലാം യുദ്ധരംഗത്തിൽ ആ രൂപം ദർശിക്കുകയുണ്ടായി. ശ്ലോകം 21. അമീഹി ത്വാം സുരസംഗാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തിതുക്ത്വാ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. വിവർത്തനം. ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപ്പോകുന്നു അഥവാ പ്രവേശിക്കുന്നു. അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങേ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. ഭാവാർത്ഥം. എല്ലാ ഗ്രഹവ്യൂഹങ്ങളിലുമുള്ള ദേവന്മാർ ഭീഷണമായ വിശ്വരൂപവും അതിൻ്റെ തേജസ്സും കണ്ട് രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 22. രുദ്രാദിത്യാ വസവോ യേ ച സാധ്യാ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഗാ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. വിവർത്തനം. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങേ നോക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണം.